കണ്ണൂർ താവക്കരയിൽ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായതിൽ സർവകലാശാലയ്ക്കെതിരെ കോർപ്പറേഷൻ. ജനങ്ങൾക്ക് ഇത്രയും ദുരിതത്തിന് കാരണം സർവകലാശാലയുടെ പിടിപ്പുകേടാണെന്ന് വാർഡ് കൗൺസിലർ സുരേഷ് ബാബു എളിയാവൂർ പറഞ്ഞു. നിരവധി തവണ കോർപ്പറേഷൻ ഈ പ്രശ്നം സർവകലാശാലയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണെന്നും അദ്ദേഹം പറഞ്ഞു. വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് നിരവധി പേരെ ഇവിടെ നിന്നും മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്നിരുന്നു. ബുധനാഴ്ച രാത്രി മുതൽ പെയ്ത തുടർച്ചയായ മഴയാണ് താവക്കര യൂണിവേഴ്സിറ്റി പരിസരത്തെ വെള്ളപ്പൊക്കത്തിന് ഇടയാക്കിയത്. താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലാണ്. ഇവിടുത്തെ വെള്ളപ്പൊക്കത്തിന് കാരണം യൂണിവേഴ്സിറ്റിയാണെന്നാണ് വാർഡ് കൗൺസിലർ സുരേഷ് ബാബു എളിയാവൂർ ആരോപിക്കുന്നത്. അമൃത് പദ്ധതിയിൽ 5 കോടി രൂപ ചെലവിൽ കോർപ്പറേഷൻ നിർമ്മിച്ച ഓവുചാൽ സമയാസമയം വൃത്തിയാക്കാൻ യൂണിവേഴ്സിറ്റി തയ്യാറാകാത്തതാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമെന്നും സുരേഷ് ബാബു എളിയാവൂർ പറഞ്ഞു. അശാസ്ത്രീയമായി നമ്മുടെ യൂണിവേഴ്സിറ്റിക്കുള്ളിൽ വലിയ തോടുണ്ട്. ആ തോട് അവർ ഒരിക്കൽ പോലും വൃത്തിയാക്കുന്നില്ല എന്നുള്ളതാണ്. അത് കോർപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ് കോർപ്പറേഷനെ അവർ ആ രീതിയിൽ സമീപിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാം യൂണിവേഴ്സിറ്റിക്കുള്ളിലെ വലിയ തോട്. അത് കോർപ്പറേഷൻ അമൃത് പദ്ധതിയിൽ 5 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ചതാണ്. പക്ഷേ അതിനുശേഷം അത് ക്ലീൻ ചെയ്യാനോ അവിടുത്തെ സ്ലിറ്റ് കോരാനോ ഒന്നും ഒരു ശ്രമവും നമ്മുടെ യൂണിവേഴ്സിറ്റിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല. അത് പലതവണ ഞാൻ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ആ യൂണിവേഴ്സിറ്റിയോടുള്ള എൻ്റെ അമർഷം ഞാൻ യൂണിവേഴ്സിറ്റി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ പോലും വന്നിട്ട് ഞങ്ങളത് അവിടെയുള്ള ഡ്രെയിനിൻ്റെ മേലെയുള്ള സ്ലാബ് എടുത്ത് മാറ്റി ഇന്നലെ അതിൻ്റെ പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട്. അത് തുടരുക തന്നെ ചെയ്യും. വെള്ളപ്പൊക്കത്തെ തുടർന്ന് വീടുകളിലും ക്വാർട്ടേഴ്സുകളിലും കുടുങ്ങിപ്പോയവരെ ഫയർഫോഴ്സ് എത്തിയാണ് രക്ഷപ്പെടുത്തിയത്. ഡിങ്കി ബോട്ടാണ് രക്ഷാപ്രവർത്തനത്തിന് ഉപയോഗിച്ചതെന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ റബ്ബർ ഡിങ്കി എന്നാണ് പറയുന്നത്. ശരിക്കും ഇതിലൊരു ഔട്ട്ബോർഡ് എഞ്ചിനും കൂടി ഘടിപ്പിച്ച് കുറച്ചും കൂടി വെള്ളം ഉണ്ടെങ്കിൽ ഔട്ട്ബോർഡ് എഞ്ചിൻ അവിടെ ഉണ്ട്, അത് ഉപയോഗിച്ചിട്ടാണ് പോവുക. ഇതിപ്പോൾ നമ്മൾ തുഴഞ്ഞിട്ട് പോകേണ്ട സാഹചര്യം മാത്രമേ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. നമ്മളിപ്പോൾ കണ്ണൂരിൽ നിന്ന് ആദ്യത്തെ ഒരു ടീമാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അതിലുള്ള മരമുറി അങ്ങനെയൊക്കെ ആയിട്ടുള്ള റോഡ് അപകടങ്ങളൊക്കെ ഉണ്ടായിട്ട് വേറെ സൈഡിലേക്കും ആൾക്കാർ പോയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മൾ 6 പേരടങ്ങുന്ന ഒരു സംഘമാണ്. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ അനിൽകുമാർ സാറ് അങ്ങനെയുള്ള ഒരു നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് നമ്മളിവിടെ. മേയർ മുസ്ലിം മഠത്തിൽ, ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര, മുൻ മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ തുടങ്ങിയവരും രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. കോർപ്പറേഷന്റെ ദുരന്ത നിവാരണ സേനയും സജ്ജമായിരുന്നു. ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ വരും ദിവസങ്ങളിലെ കനത്ത മഴയിൽ എന്താണ് സംഭവിക്കുക എന്നുപോലും പറയാൻ കഴിയില്ല. ഈ പ്രശ്നത്തിന് അടിയന്തര പരിഹാരം ഉണ്ടാക്കണമെന്നാണ് നാട്ടുകാർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. താവക്കരയിൽ നിന്നും ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.